നമസ്കാരം. ഹിമാലയത്തേക്കാൾ ഉയരമുള്ളതും കടലിനേക്കാൾ ആഴമേറിയതും തേനിനേക്കാൾ മധുരമുള്ളതും ഉരുക്കിനേക്കാൾ ശക്തിയുള്ളതുമായ ആത്മാർത്ഥ സൗഹൃദം എന്നാണ് പാകിസ്ഥാനും ചൈനയും പരസ്പരം വിശേഷിപ്പിച്ചിരുന്നത്. ലോകത്തിൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബന്ധത്തിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഇടയിലുണ്ടായിരുന്ന സൗഹൃദം. കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി പരസ്പരം സഹായിച്ചും ആപത്ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്നും പ്രതിസന്ധികളിൽ പതറാതെ നേരിട്ടും വളർത്തിയെടുത്ത സൗഹൃദമാണ് ബെയ്ജിങ്ങും ഇസ്ലാമാബാദും തമ്മിലുള്ളത്. അമേരിക്കയും ചൈനയും തമ്മിൽ അടുക്കുവാൻ പാലമിട്ട് സഹായിച്ചത് പാകിസ്ഥാനാണ്. ഒരു അണുബോംബ് നിർമ്മിക്കുക എന്ന പാകിസ്ഥാന്റെ ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ചതും ചൈനയാണ്. ഇന്നും പാകിസ്ഥാൻ ആവശ്യമുള്ള ആയുധങ്ങളും മറ്റു പടക്കോപ്പുകളും ഒക്കെ ലഭിക്കുന്നത് ചൈനയിൽ നിന്നാണ്. പാകിസ്ഥാനിലെ ഭരണാധികാരികളും ഭരണക്രമങ്ങളും പലതവണ ഇക്കാലത്തിനിടെ മാറി മാറി മറിഞ്ഞെങ്കിലും ചൈനയുമായുള്ള അടുത്ത ബന്ധത്തിൽ ചെറിയ പോറൽ പോലും വീഴാതെ സൂക്ഷിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്നു. താത്വികമായും ആദർശപരമായും വ്യത്യസ്ത കോണുകളിൽ നിൽക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നത് ഒറ്റ കാര്യമാണ്. അത് ഇരുവർക്കും ഇന്ത്യയോടുള്ള ശത്രുത തന്നെയാണ്. അതൊരു പരസ്യമായ രഹസ്യമാണ്. ചൈന പാകിസ്ഥാൻ സൗഹൃദത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രതീകമാണ് ഗ്വാദർ തുറമുഖം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ തുറമുഖവും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശവും വികസിപ്പിച്ചെടുക്കുന്നത് ചൈനയുടെ സഹായത്തോടെയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ സുപ്രധാന ഘടകമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി. ഈ ഇടനാഴിയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്വാദർ തുറമുഖം. ഈ രീതിയിൽ നോക്കുമ്പോൾ ചൈനയുടെയും ഷിയുടെയും അഭിമാന പദ്ധതിയുടെ നിർവഹണത്തിൽ സുപ്രധാന സ്ഥാനം കൂടി ഈ തുറമുഖത്തിനുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ഉടലെടുത്ത ചില സംഭവ വികാസങ്ങൾ ഈ തുറമുഖത്തിന്റെയും ചൈന പാകിസ്ഥാൻ ബന്ധത്തിന്റെയും ഭാവിയെ പറ്റി ചില ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. ഗ്വാദറിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് എന്ത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൈന നിർമ്മാണം നടത്തി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഗ്വാദർ തുറമുഖം. ചൈനയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ തന്ത്ര പ്രാധാന്യമുള്ള തുറമുഖമായിട്ടാണ് അവർ ഗ്വാദറിനെ കാണുന്നത്. ആകെ ഇവിടെ നടത്തിയിട്ടുള്ള $250 കോടി നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ചൈനയിലെ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ചൈനീസ് കമ്പനികൾ ധാരാളമായി ഇവിടെയുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിക്ഷേപങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള വികസനം നടപ്പാക്കുന്നത് ചൈനയിൽ നിന്നുള്ള നിക്ഷേപങ്ങളും കടമെടുക്കുന്ന തുകയും ഒക്കെ കൊണ്ടാണ്. ലോകത്തിലെ എണ്ണയും പ്രകൃതിവാതകവും നിറച്ച് യാത്ര ചെയ്യുന്ന കപ്പലുകളുടെ 20% കടന്നു പോകുന്ന ഹോർമൂസ് തുരത്തിൽ നിന്ന് വെറും 500 കിലോമീറ്റർ ദൂരത്തിലാണ് ഗ്വാദർ സ്ഥിതി ചെയ്യുന്നത്. ഏതെങ്കിലും കാരണത്താൽ ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ഈ തുറമുഖം വഴി 2 പ്രധാന പ്രകൃതി വിഭവങ്ങളുടെയും ഗതാഗതം തുടർന്നും നടത്താൻ സാധിക്കുമെന്നതാണ് ചൈനയുടെ കണക്കുകൂട്ടൽ. ഇപ്പോൾ ചൈനയിലേക്ക് വരുന്ന എണ്ണ മലാക്ക തുരത്ത് വഴി എത്തുന്നത് ചൈനയുടെ തെക്കും പടിഞ്ഞാറും സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളിലാണ്. അമേരിക്കയുമായി സംഘർഷം ഉടലെടുത്താൽ US നാവികസേനയ്ക്ക് ഈ തുരത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ചൈനയുടെ കപ്പലുകൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ അനായാസം സാധിക്കും. ഇങ്ങനെ സംഭവിച്ചാൽ ചൈനയുടെ വ്യവസായ സാമ്പത്തിക മേഖലയാകെ നിശ്ചലമാകും. അറേബ്യൻ പ്രദേശങ്ങളിലെ എണ്ണപ്പാടങ്ങളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്വാദർ തുറമുഖം വികസിപ്പിച്ചാൽ ഇതുവഴി ഈ കുരുക്ക് മറികടക്കാൻ ചൈനയ്ക്ക് കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപൂർവ ലോഹങ്ങളുടെ ഉൾപ്പെടെ കയറ്റുമതി സുഗമമാക്കാൻ ഗ്വാദറിൽ നിന്ന് 160 കിലോമീറ്റർ തെക്കോട്ട് നീങ്ങി അറബിക്കടലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പസ്തനി എന്ന തുറമുഖം വികസിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചതായി സൂചനയുണ്ട്. ഇത് അമേരിക്ക സ്വീകരിക്കുകയാണെങ്കിൽ ചൈന നടത്തുന്ന ഗ്വാദറിന് സമീപത്തുള്ള കടലിൽ തന്നെ അവർക്കും ഒരു തുറമുഖം സ്വന്തമാക്കാനും ഈ പ്രദേശത്ത് കാൽച്ചുവട് ഉറപ്പിക്കാനും സാധിക്കും. ഈ സംഭവ വികാസത്തോട് എങ്ങനെയാവും ചൈന പ്രതികരിക്കുക? ഉറ്റ സുഹൃത്തായ പാകിസ്ഥാൻ തങ്ങളുടെ മുഖ്യ എതിരാളിയായ അമേരിക്കയുമായി അടുക്കുന്നതും അവർക്കെതിരെ പ്രയോഗിക്കുന്ന തുറുപ്പുചീട്ട് നിർവീര്യമാക്കുന്ന നടപടികൾ കൈക്കൊള്ളുന്നതും ചൈനയെ ഒരിക്കലും സന്തോഷിപ്പിക്കില്ല. ഗ്വാദർ തുറമുഖം ഉദ്ദേശിച്ച ഗുണങ്ങൾ നൽകുന്നുമില്ല. വലിയ മുതൽ മുതക്കോടെ നടപ്പാക്കുന്ന പദ്ധതികൾ നിരന്തരം വെല്ലുവിളി നേരിടുകയും ചെയ്യുന്നു. ഇതിനൊക്കെ പുറമെ ഈ പ്രദേശത്ത് അമേരിക്കയുടെ സജീവ സാന്നിധ്യം കൂടി വരുന്നു. ചൈന അമേരിക്ക ശീതയുദ്ധം മുറുകുന്ന സാഹചര്യത്തിൽ ഗ്വാദറിലെ ചൈനീസ് സാന്നിധ്യം അമേരിക്ക എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് പാകിസ്ഥാന്റെ ഭാവിയെ നിർണ്ണയിക്കും. ഈ ത്രികോണ ബന്ധത്തിലെ ഓരോ നീക്കവും ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. എന്തായാലും ചൈനയുടെ കാശ് വാങ്ങി കാര്യങ്ങൾ നടത്തിയിട്ട് പാകിസ്ഥാൻ ചൈനയോട് നെറുകേടാണ് കാണിച്ചിരിക്കുന്നത്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ വലിയ സൗഹൃദമാണുള്ളത്. ഇത് ചൈനയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അവരുടെ ഭാവിയിലെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമെന്നും ചൈന ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് ഗ്ലോബൽ.